ഹായ് ഫ്രണ്ട്സ്. അപ്പോ നമ്മള് ഇന്ന് ഒരു കൊടൈക്കനാലിലേക്ക് റൈഡ് പോവാണ്. അപ്പൊ കൊറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു റൈഡ്, ഞങ്ങൾ 3 പേരും കൂടി പോവാണെന്ന്. അപ്പൊ ഓൺ ദി വേ ഒരു അമ്പലം കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള ഉത്രാളിക്കാവ് ടെമ്പിൾ ആണ്. അപ്പോ അതിന്റെ കാഴ്ചകളിലേക്കൊന്ന് പോവാം. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്നുണ്ടായതാണ്. ജസ്റ്റ് ഇന്നലെ രാത്രി ഉണ്ടായി. ഇന്നെല്ലാം സെറ്റപ്പ് ആക്കി തട്ടിക്കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് ഉണ്ടായത്. അപ്പൊ റോഡ് കൂടെ ഒക്കെ പോകുമ്പോ ഇങ്ങനെ കാണാറുണ്ട് ഈ ടെമ്പിള്. പക്ഷെ ഇറങ്ങാൻ സാധിക്കാറില്ല. അപ്പൊ ഒരു കൊതിപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പൊ ഒന്ന് വളരെ സന്തോഷമായി കണ്ടപ്പോ. അപ്പൊ കണ്ടോ, നിറയെ പാടം, രണ്ട് സൈഡിലും നിറയെ പാടം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസാലേ കാണാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പാലക്കാട് റൂട്ടാണ് പോകുന്നത്. പാലക്കാട് പിടിക്കാൻ പോകുമ്പോ ടിഫിൻ വേണമല്ലോ. അപ്പോ കുളപ്പുള്ളി എന്നുള്ള സ്ഥലത്ത് അമ്മ ക്യാൻറ്റീനിലേക്ക് കയറിയിരിക്കുന്ന നല്ല ദോശ ഉണ്ട്, ചട്നി. ഹലോ ഗൈസ്, ഇത് വാണിയമ്പലം എന്ന സ്ഥലമാണ്. ഇവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. എന്തോ പോകുമ്പോഴേക്കുള്ള കാണിച്ചത് ജസ്റ്റ് കുളപ്പുള്ളിയും വാണിയംകുളം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ നമ്മളൊരു വീട്ടൊക്കെ വന്നു തുടങ്ങി. ഇവിടെ കണ്ട, ഇവിടെ ടെമ്പിളിൽ ഉത്സവത്തിന് ഒരു അലങ്കാരങ്ങളും കോലങ്ങളൊക്കെയാണ്. കണ്ടോ, വളരെ സെറ്റായിട്ട് തോന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രംഗോലീസൊക്കെ വരയ്ക്കാനായിട്ട്. വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് പാലക്കാട് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം വന്നു. ഞാൻ അമ്മ ഇടയ്ക്ക് എടുക്കുകയാണ്. അപ്പോ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപാലപുരം കഴിഞ്ഞു. നമ്മള് തമിഴ്നാട്ടിൽ പ്രവേശിച്ചപ്പോ കണ്ടോ, പ്ലേസസ് ഒക്കെ കണ്ടോ. ഇത് ബോർഡർ എത്തുന്നതോട് കൂടിയിട്ടാണ് ഭയങ്കര ടച്ചാണ് കേട്ടോ. നമ്മുടെ മലയാളീസ് ഒക്കെ ഫുള്ളും തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത്. എക്കുന്നത് അയച്ചപ്പോൾ അച്ഛന് വണ്ടി സൈഡാക്കി ജസ്റ്റ് ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ കുറച്ച് ആട്ടുംപറ്റങ്ങളെ കണ്ടു. എല്ലാവരും നല്ല തീറ്റയിലാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി എത്താനായി. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി കഴിഞ്ഞു പഴനി എത്താനായി. ഗായ്സ്, ഇത് ഞങ്ങൾ കൊടൈക്കനാൽ വ്യൂ പോയിന്റിലാണ്. നല്ല രസമാണ് ഗായ്സ് ഇത് കാണാൻ. രസം എന്ന് വെച്ചാൽ നല്ല രസം. ഇവിടെ കുറെ ആടുകളൊക്കെ ഉണ്ട്. നൈറ്റ് ഞങ്ങൾ കൊടൈക്കനാൽ ടൗണിലെത്തി. അവിടുന്ന് റൂം എടുത്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ കൊടൈക്കനാൽ ലേക്ക് കാണാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാലിലേക്ക് വരണത്. ഗൈസ്, ഇത് കൊടൈക്കനാൽ ലേക്കാണ്. ബോട്ടിങ്ങും സൈക്ലിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. നമ്മൾ ലേക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ കുറച്ച് വ്യൂസ് ആണിത്. കുറെ പേരായിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വൈബാണ് ഇവിടെ, നല്ല ഇഷ്ടമായി എനിക്ക്. ചേട്ടൻ്റെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാണ്ടിരിക്കാണ്. മോൻ പറഞ്ഞു ഒരു സിന്ധി സൈക്കിൾ വന്ന. അതാ അവൻ്റെ സൈക്കിൾ തയ്യാറായി. ഞങ്ങൾ ഡബിൾ എടുക്കണം. ഈ സൈക്കിൾ എടുത്തപ്പോഴേ അങ്ങനെ ആലോചിക്കായിരുന്നു, ഞങ്ങൾ രണ്ടുപേർക്കും കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്യൂട്ടിക്ക് പോരെ. അപ്പൊ ഇങ്ങനെ സൈക്കിൾ എടുത്താൽ അത് എളുപ്പമല്ല വിചാരിക്കാൻ ഞങ്ങള്. അച്ഛൻ മോനെ സൈക്കിള് ഡബിൾ വെച്ച് വരുന്ന അതിമനോഹരമായ കാഴ്ചയാണത്. രണ്ടുപേരും എങ്ങോട്ട് പോകുന്നത്. ഹലോ, റോഡിലേക്ക് വായോ. ധ്യാൻ, റോഡിലേക്ക് എടുക്ക വണ്ടി. ധ്യാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്.
ആഹാ പൊട്ടി പറയാനോ വെടിവെക്കാൻ നിക്ക കൊള്ളുവന്നറിയില്ല. അയ്യോ ചെറുത് മതി കുട്ടിക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഗുണാക്കേവിക്ക് പോണ വഴിയാണ്. നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ, എന്ത് രക്ഷയില്ല. നല്ല ഭംഗിയാ വെച്ചാൽ നല്ല ഭംഗിയാണ്. ഒരു ഫോറസ്റ്റിന്റെ വഴി കൂടെയാണ് പോവാണ്. ഗുണാകേവിക്ക് പോണ വഴിയാണ്, റോഡ് പോലും കാണാല്ലോ, അത്രയും കോടിറങ്ങിയിരിക്കാണ്. കണ്ടോ, അത്രയും കോടയാണ് കേട്ടോ. മുന്നിൽ ആൾക്കാരെ അടക്കം കാണാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. ഭയങ്കര ഭയങ്കര ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഗോൾഫ് ക്ലബിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നോക്കിയ അടിപൊളി വ്യൂ ആയിട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, നല്ല കോട ഇറങ്ങിയിരിക്കുക. കുറെ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല വ്യൂ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ക്ലൈമറ്റ് കിട്ടിയത്. ഇങ്ങോട്ട് വന്നിട്ട് നല്ല കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കിട്ടിയിരിക്കണേ, അടിപൊളി വൈബാണ്. കോടൊക്കെ ഇറങ്ങി കാണണം കൂടി ഇല്ല ശരിക്കും പറഞ്ഞ കാഴ്ചകളൊന്നും. അപ്പൊ ഒരു ചെറിയ സ്പേസ് കിട്ടുമ്പോൾ ഇറങ്ങി നോക്കിയതാ, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഗുണാക്കേവ് എത്തി. ഞാൻ കുറെ കാലമായി അച്ഛനോട് പറയണേ, മഞ്ഞുവൽ ബോയ്സ് തൊട്ട് കണ്ട ഉടനെ തന്നെ ഞാൻ തുടങ്ങിയതാണ് ഗുണാക്കേവിക്ക് പോണച്ചാ, ഗുണാക്കേവിക്ക് പോണച്ചാന്നൊക്കെ. ഇവിടെ നല്ല ക്ലൈമറ്റാണ് കിട്ടണത്. കുറേ പേരും ഈ ഗുണാക്കേവ് കാണാൻ വന്നിട്ടുണ്ട്. മിക്കവരും ഈ സിനിമ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടാവുക. നല്ല ഭംഗി വെച്ചാൽ നല്ല വ്യൂ ആണ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു പൂണ്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തേക്ക് ഞങ്ങൾ പോവും. ഒരു വലിയ ഗുഹകളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ഭാഗത്തൊക്കെ നോക്ക്. അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയുള്ള പൂണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തേക്ക് എത്തി. എൻ്റെ ഫോണിലത്തെ ചാർജ് ഔട്ടായതുകൊണ്ട് നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ വിട്ടുപോയി. ഗൈസ് പോകണ വഴിയാണ് കാണുന്നത്. നല്ല കോടയാണ്, നല്ല കോടാന്ന് വെച്ചാൽ നല്ല കോട. ഗൈസ് അപ്പം ഞങ്ങൾ യാത്ര അവസാനിച്ചിട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് നമുക്ക് വീണ്ടും കാണാം. The wind hums soft.